ഈ സംസ്ഥാനത്ത് പിന്നെ രാജഭരണമോ അല്ലെങ്കിൽ ഭരണമില്ലായ്മയോ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സംസ്ഥാനത്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഉണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സംസ്ഥാനത്ത് നിയമവാഴ്ച ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ മാസം 25-ാം തീയതി കൊടുത്ത ആ ശൈലജ ടീച്ചർ കൊടുത്ത പരാതി, ആ പരാതിയിന്മേൽ എന്ത് നടപടിയെടുത്തു സംസ്ഥാനത്തെ പോലീസ്? ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്താൻ സൈബർ സെല്ലിന് എത്ര കാലത്തെ സമയം വേണം? എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? ഇതേ സമയം ഏറ്റവും ഫാസ്റ്റായി ഒരാൾക്കെതിരെ പരാതി പോയാൽ കണ്ടെത്തും. ആർക്കെതിരെയാണ്? ഒന്നാം സ്ഥാനം നരേന്ദ്രമോദിക്കാണ്. നരേന്ദ്രമോദിക്കെതിരെ ഒരു എന്താ പറയുന്നത്, ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പിന്നെ പോസ്റ്റ് ഇട്ടാൽ പെട്ടെന്ന് കണ്ടെത്തും. രണ്ടാം സ്ഥാനത്ത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ എതിരായിട്ടുള്ള പോസ്റ്റ് വന്നു കഴിഞ്ഞാൽ കണ്ടെത്തുന്നതിനേക്കാൾ വേഗത്തിൽ നരേന്ദ്രമോദിക്കെതിരായിട്ട് പോസ്റ്റുകൾ കണ്ടെത്തും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ഉള്ളതോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ പിന്നെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉള്ളതോ ഒക്കെ അവരൊക്കെ കൊടുക്കുന്ന പരാതി വന്നു കഴിഞ്ഞാൽ ഒന്നും കണ്ടെത്തുന്നില്ല. പക്ഷേ ഇവിടെ ഗൗരവമുള്ളൊരു പ്രശ്നം, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഒരു വനിതാ നേതാവ് അവർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ അവർക്കെതിരെ വ്യക്തിഅധിക്ഷേപം ഉണ്ടാകുന്നു എന്ന് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയോടും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോടും പരാതി രൂപേണ കൊടുത്തിട്ട് 20 ദിവസം കഴിഞ്ഞിട്ടും അതിന്മേൽ അടയിരിക്കുന്നു എങ്കിൽ ഒന്നുകിൽ ഈ പരാതി വ്യാജമാണ്, അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യാൻ സംസ്ഥാന സർക്കാർ തന്നെ ശ്രമിക്കുന്നു എന്ന് ഞങ്ങൾ കണക്കാക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അടിയന്തരമായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ആരാണ് പ്രതിയെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനാണ് സംസ്ഥാനത്ത് സർക്കാരുള്ളത്, അതിനാണ് സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പുള്ളത്. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത്? ഇവിടെ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയി. ഇവിടെ ഞാൻ മുമ്പേ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞതാ ജാമ്യമെടുത്തതിനെ കുറിച്ച് പറഞ്ഞു. നിഷ പുരുഷോത്തമൻ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയ്ക്ക് അവർക്കെതിരായ സൈബർ ബുള്ളിങ് ഉണ്ടായപ്പോൾ ആ സൈബർ ബുള്ളിങ്ങിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി VS വിജയരാഘവൻ പറഞ്ഞിട്ടുള്ളത് CPM-നെ വിമർശിച്ചാൽ ഇത്തരം നടപടികളൊക്കെ നേരിടേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ പാറക്കൽ അബ്ദുള്ളയെ കുറിച്ച് സംസാരിച്ചപ്പോൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവിടെ എന്താ പറയുന്നത്, ഇവരിപ്പോൾ എന്താ പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതിൻ്റെ പിന്നിലെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലോ അതേ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? സ്ഥാനാർത്ഥി പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എന്ത് അറിവിൻ്റെ പിൻബലത്തിലാണ് ഇവിടെ ഇത്തരത്തിലൊരു പരാതി കൊടുത്തിരിക്കുന്നത്? പിന്നെ എന്താ പറയുന്നത്, എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പരാതിക്കാരിക്കെതിരെ UDF സ്ഥാനാർത്ഥിയുടെ അറിവും സമ്മതത്തോടും പ്രേരണയോടും പ്രോത്സാഹനത്തോടും വ്യാപകമായി സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് തെളിവ്? എന്തുകൊണ്ട് പോലീസ് അന്വേഷിക്കുന്നില്ല? ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇന്നത്തെ ദേശാഭിമാനിയിൽ വന്നിരിക്കുന്ന വാർത്തയെ സംബന്ധിച്ച്, ഇന്നലെക്കായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയെ സംബന്ധിച്ച് എന്താ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിനെതിരായി നിയമ നടപടികളുമായി മുന്നോട്ട് പോകും, ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടിയിൽപ്പെട്ടപ്പോൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഒളിച്ചോടിയതുപോലെയല്ല. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിക്കുന്നത്, ദേശാഭിമാനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തിരുന്ന കാര്യമില്ല. കാരണം CPM സഹയാത്രികനായിരുന്ന ആന്തൂർ സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യത്തക്ക രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് വാർത്ത കൊടുത്തവരാ ദേശാഭിമാനി. കൂടുന്ന MP വീരേന്ദ്രകുമാറിന്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ട് വാർത്ത കൊടുത്ത പത്രത്തിന്റെ പേരാ ദേശാഭിമാനി. ശ്രീ KM മാത്യു, നമ്മുടെ മനോരമയുടെ ചീഫ് എഡിറ്റർ എന്ന അദ്ദേഹത്തിന് എതിരെ വ്യാജ കത്തുണ്ടാക്കി പിന്നെ പ്രസിദ്ധീകരിച്ച പത്രത്തിന്റെ പേരാ ദേശാഭിമാനി. അപ്പൊ ദേശാഭിമാനി ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ, സഖാക്കളിൽ നിന്നും ഇത്രേ പ്രതീക്ഷിക്കുന്നുള്ളൂ. സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളല്ല അന്വേഷിക്കേണ്ടത്. ഈ സംസ്ഥാനം